ജയനെ കുറിച്ച് പറയാൻ വാക്കുകൾ പോരാ. അത്ര അടുത്തൊരു സുഹൃത്തായിരുന്നു ജയൻ. ആദ്യമായിട്ട് വില്ലനായിട്ട് അഭിനയിച്ചത്, ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച ആദ്യത്തെ പടം ഉല്ലാസയാത്ര 1974. അതിനു മുമ്പ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജയനെ സെലക്ട് ചെയ്ത് ഇതിനകത്താക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം വലിയ ഹീറോ ആയി. അതിനു മുമ്പും ഉല്ലാസയാത്ര കഴിഞ്ഞിട്ട് ഒരു 10-18 പടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജയൻ വലിയ ഹീറോ ആയി കഴിഞ്ഞിട്ടും ഞങ്ങളുടെ സൗഹൃദം പഴയത് മാതിരിയായിരുന്നു. ജയൻ എങ്ങനെ ആദ്യത്തെ ദിവസം എന്നോട് പെരുമാറിയോ അതേമാതിരിയായിരുന്നു ഞങ്ങൾ ചെയ്ത അവസാനത്തെ പടം ശക്തി, ഹൈദരാബാദ് കാലിക്കറ്റ് വെച്ച്. ആ പടമായിരുന്നു ഞാനും ജയനും ചേർന്ന് അവസാനമായിട്ട് അഭിനയിച്ച പടം. എനിക്ക് വളരെ സങ്കടം തരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ജയൻ മരിക്കുന്ന ദിവസം അതിരാവിലെ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ, രവി വൈകിട്ട് ഞാൻ ഷൂട്ടിങ്ങിന് പോവാണ്, വൈകിട്ട് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനൊരു പടം ശീലമ്മയോട് ചേർന്ന് ഒരു പടം തുടങ്ങാൻ പോവുകയാണ്, സ്ഫോടനം. അതിനകത്ത് രവി അഭിനയിക്കും. ഞാൻ പറഞ്ഞു, നീ പോയിട്ട് ഔട്ട്ഡോർ പോയിട്ട് ഏത് പടത്തിനാണ് പോകണമെങ്കിൽ. അപ്പോൾ പറഞ്ഞു കോളിളക്കം എന്ന് പറഞ്ഞ പടത്തിനാണ്. എന്താ ഹെലികോപ്റ്റർ ഫൈറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ജയ സൂക്ഷിച്ച് ചെയ്യാൻ. എന്താ ജയൻ, എനിക്കറിയാം ജയൻ ഒരുപാട് റിസ്ക് എടുക്കും ഈ ഫൈറ്റ് സീനിലൊക്കെ. നോക്കിക്കോളാം, വൈകിട്ട് വന്ന് വിളിക്കാൻ പറയുകയും നമുക്ക് മീറ്റ് ചെയ്യാം. പക്ഷെ ഒരു 4:30 മണിയാകുമ്പോൾ അന്ന് വൈകിട്ട് എനിക്ക് കിട്ടുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ജയൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ ദിവസം സിനിമാ ലോകത്തെ സംബന്ധിച്ചുവരയ്ക്കും ഞാൻ ദുഃഖിച്ച ഒരു വലിയ ദിവസമായിരുന്നു. ജയൻ എവിടെ ഇരുന്നാലും എൻ്റെ സുഹൃത്തായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു.